ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ബസിലിക്ക ഒരു 16-ാം നൂറ്റാണ്ടിലെ യുനെസ്കോ പൈതൃക സ്ഥലമാണ്. 1594 1605 ഇടയിൽ നിർമ്മിച്ച ഇത് നവോത്ഥാന ബറോക്കിൻ്റെയും പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യയുടെയും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. 1541-49 കാലഘട്ടത്തിൽ ഗോവയിൽ താമസിച്ചിരുന്ന മിഷണറിയായ സെന്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിനാലും ഈ ബസിലിക്ക അറിയപ്പെടുന്നു. രാജകീയ കോടതി എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബസിലിക്ക എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. കത്തോലിക്ക ലോകത്ത് പോപ്പ് അംഗീകരിച്ച് പ്രത്യേക പദവികൾ നൽകിയിട്ടുള്ള ഒരു പള്ളി കെട്ടിടമാണ് ഈ ബസിലിക്ക. ജെസ്യൂട്ട് മിഷണറിയായിരുന്ന സെന്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം 1553 ഗോവയിലേക്ക് കൊണ്ടുവന്ന് പള്ളിക്കുള്ളിൽ ഒരു വെള്ളിപ്പേടകത്തിൽ വെച്ചു എന്നതാണ് ഈ പള്ളി പ്രധാനമായും അറിയപ്പെടുന്നത്. ഏകദേശം 10 വർഷത്തിലൊരിക്കൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാറുണ്ട്. ജെസ്യൂട്ട് സഭ നിർമ്മിച്ച ഈ പള്ളി ആ പ്രദേശത്തെ അവരുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. 1759 ജെസ്യൂട്ട് ക്രമം അടിച്ചമർത്തപ്പെട്ടെങ്കിലും പള്ളിക്ക് അതിൻ്റെ സേവനങ്ങൾ തുടരാൻ അനുവാദം ലഭിച്ചു. 1946 ബസിലിക്കയെ ഒരു മൈനർ ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തി 1986 ഗോവയിലെ പള്ളികളുടെയും കോൺവെന്റുകളുടെയും ഭാഗമായി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി ഇത് അംഗീകരിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവമാണ് ഗോവ ഇൻക്വിസിഷൻ. ഫ്രാൻസിസ് സേവിയറിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആരംഭിച്ച ഇതിൽ ഏകദേശം 16,000 പേരെ വിചാരണ ചെയ്യൽ, പരസ്യമായി കത്തിക്കൽ, സ്വത്ത് കണ്ടുകെട്ടൽ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ക്രൂരമായ അടിച്ചമർത്തലുകൾ നടത്തിയായി ചരിത്രം പറയുന്നു. കത്തോലിക്ക സിദ്ധാന്തം നടപ്പിലാക്കുന്നതിനും വിശ്വാസത്യാഗമോ വിഗ്രഹാരാധനയോ ആയി കണക്കാക്കപ്പെടുന്നതിനെ ചെറുക്കുന്നതിനുമായി 1560 ഇത് സ്ഥാപിതമായത്. ഇതര മതസ്ഥരെ പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നത് വിലക്കുക, ഗ്രാമസഭകളിൽ അവരുടെ പങ്കാളിത്തം നിയന്ത്രിക്കുക, അവരുടെ കുട്ടികളെ മതപരിവർത്തനത്തിനായി ജെസ്യൂട്ട് സഭകൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടുക തുടങ്ങിയ കർശന നിയമങ്ങൾ നടപ്പിലാക്കി എന്ന് പറയപ്പെടുന്നു. 1561 1774 ഇടയിൽ ഏകദേശം 16,000 പേരെ വിചാരണയ്ക്ക് വിധേയരാക്കി. 1812 നിരവധി രേഖകൾ നശിപ്പിക്കപ്പെട്ടെങ്കിലും തെളിവുകൾ സൂചിപ്പിക്കുന്നത് കാര്യമായ പീഡനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ്. പലരും ട്രിബ്യൂണലിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോവ വിട്ട് പലായനം ചെയ്തു എന്നാണ് ചരിത്രം. ഗോവയെ ക്രിസ്തീയവൽക്കരിക്കാനുള്ള വലിയതും കഠിനവുമായ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇൻക്വിസിഷൻ. അതിൻ്റെ ഫലമായി ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റുകയും മതപരമായ അനുസരണ നടപ്പിലാക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. 1774 ഇൻക്വിസിഷൻ താൽക്കാലികമായി നിർത്തലാക്കുകയും 1812 ശാശ്വതമായി അത് അവസാനിപ്പിക്കുകയും ചെയ്തു. നിരവധി രേഖകൾ പിന്നീട് നശിപ്പിക്കപ്പെട്ടു. ഇത് അതിൻ്റെ ആഘാതത്തിൻ്റെ പൂർണ്ണവ്യാപ്തി കണക്കാക്കാൻ പ്രയാസമുണ്ടാക്കിയതായും പറയപ്പെടുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ തീവ്രമായ മതപരവും കൊളോണിയൽ ചരിത്രവും പ്രതിനിധീകരിക്കുന്ന 400 വർഷം പഴക്കമുള്ള ഒരു സ്മാരകമായി ബസിലിക്ക ഇന്നും നിലകൊള്ളുന്നു.